ഗുഡ് മോർണിംഗ്. നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? സമയം അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ബിക്കോസ് എനിക്കിന്ന് ഹോളിഡേ ആണ്. ഇന്നല്ല, കുറച്ച് ദിവസത്തേക്ക് ഹോളിഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടും പയറും പപ്പടവും ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ചിക്കൻ കറി ഉണ്ടാക്കാൻ നിൽക്കണം. ഞാനിപ്പോൾ ഈ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്കായാലും എൻ്റെ റിലേറ്റീവ്സിനായാലും എൻ്റെ ഫ്രണ്ട്സിന് പോലും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും തമാശയൊക്കെ തോന്നും. ബിക്കോസ് കുക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോലും പോവാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എബ്രോഡ് ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ബെസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. ഞാനിതിൽ ബെസ്റ്റാണെന്നല്ല പറയുന്നത് കേട്ടോ. ജീവിക്കാൻ വേണ്ടി ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ എൻ്റെ അമ്മയില്ല എന്നതാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ പഠിക്കത്തുമില്ല. കാരണം ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങ് ജീവിച്ചേനെ. എന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന കറികൾക്ക് കുറ്റവും പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ എന്നും ഇഡ്ഡലിയുള്ളോ അല്ലെങ്കിൽ എന്നും ദോശയുള്ളോ എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയും ഞാനത് പറയില്ലെന്ന്. ബിക്കോസ് ഇപ്പം എനിക്കറിയാം ഇതിൻ്റെയൊക്കെ സ്ട്രഗിൾ എങ്ങനെയാണ്. ഒരു കറി വെക്കണമെങ്കിൽ എന്തുമാത്രം പാടുണ്ടെന്നൊക്കെ ഇപ്പം നന്നായിട്ടറിയാം. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് വഴുതി മാറി ഇപ്പോൾ ഇതൊന്ന് വെന്ത് വന്ന ചിക്കൻ കറിയായി. പിന്നെ ബാക്കി വന്ന പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വെച്ചു. പിന്നെ രാത്രിയിലത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വെജിറ്റബിൾ ചിക്കൻ സാലഡാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് കഴുകാൻ വേണ്ടി വെക്കാൻ പോവാം കേട്ടോ. കഴുകി പിന്നെ വെള്ളത്തിലിട്ട് ഞാൻ വെക്കും. അത് എനിക്ക് ഈ ഇടയായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. പൊതുവേ വെജിറ്റബിൾ കൊണ്ടുവന്നാൽ അപ്പം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ലാസ്റ്റ് ടൈം എനിക്ക് അത്രയും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് ഒരു 15-20 മിനിറ്റ്സ് ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒത്തിരി അസൈൻമെൻറ്റ്സ് ഉണ്ട്. ഒരു കൊട്ട അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ട് പ്രൊഫസേഴ്സ്. എന്തിനാണോ എന്തോ. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് വേറെയും വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലായിരുന്നു ചെയ്തു. അതിൻ്റെ കൂടെ കടലപ്പം കഴിച്ചു. പിന്നെ ചോറൊക്കെ വെച്ചു. ചോറ്, മത്തങ്ങ എരിശ്ശേരി, അച്ചാർ, ചിക്കൻ കറി. സൂപ്പർ ലഞ്ച് കഴിച്ച് കിടന്നുറങ്ങി എണ്ണിച്ചിട്ട് ഗ്രീൻ ടീ കുടിക്കുകയാണ്. ഞാൻ ഒരു ഗ്രീൻ ടീയുടെ ആളേ അല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ടീ ഇഷ്ടമല്ല, ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് വെച്ച് കുടിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനും ഇപ്പോൾ ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങി. എന്താ അല്ലേ, ഗ്രീൻ ടീ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്നാക്ക്, അതെനിക്ക് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഈ ബുക്ക് ഉണ്ടല്ലോ, ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിയതാണ്, കൊള്ളാം ബുക്ക്. അതൊക്കെ വായിച്ചിട്ട് പിന്നെ രാത്രിയിലത്തേക്കുള്ള ഡിന്നറും കഴിച്ച് അത്രയേ ഉള്ളൂ.